ഡേ ഈ പയറൊന്ന് എറിഞ്ഞു വെച്ചിട്ട് ഓടി. മുരിഞ്ഞ ദോശ ചൂടുപോയ തിന്നാത്ത നിങ്ങളുടെ മോൻ അപ്പുറത്തോട് നടപ്പില്ലേ? അവനോട് പോയി പറ. അവന് ക്ലാസ് ഉള്ളതല്ലേ? ആ അമ്മ ഈ പറഞ്ഞത് ഭയങ്കര പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ്. എന്തോന്ന്? അതായത് അവനെ പോലെ എനിക്കും ഉണ്ട് ക്ലാസ്. എഞ്ചിനീയറിംഗ് അല്ലാന്നല്ലേ ഉള്ളൂ. വീട്ടിലൊരുമാതിരി ലിംഗ വ്യത്യാസം കാണിക്കരുല്ലേ പൊടി. പിന്നെ അമ്മയുടെ ജോലി എളുപ്പാക്കാൻ അപ്പുറത്തൊരാളിരുന്ന് ടി വി കാണുന്നത്. അന്നാമ്മയ്ക്ക് കൊടുക്കും ഒരു പണി. ഫസ്റ്റ് 70 കഴിഞ്ഞ് തള്ളയും കൊണ്ട് പണിയെടുപ്പിക്കുന്നതായിരിക്കും നിനക്ക് പൊളിറ്റിക്കലി കറക്റ്റ്. ആയിക്കോട്ടെ എന്റെ പൊന്നുമോളെ ചെല്ലേ. അതിപ്പോ പ്രായമായവര് എന്തെങ്കിലും ജോലി ചെയ്തില്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ടാവുന്നതാണ് സയൻസ് പറഞ്ഞിരിക്കുന്നത്. ഈ വോളിബോളും കളിച്ചേർന്ന് പ്രീ ഡിഗ്രി തോറ്റ അമ്മയോട് ഇത് വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സയൻസാ സയൻസ്. ഓ രാവിലെ എഴുന്നേറ്റ് മുടിയും കെട്ടാതെ പിശാചിനെ കൊണ്ടാണ്. കണ്ട സിനിമയെല്ലാം കണ്ടിട്ട് ഓരോ ഡയലോഗും പറഞ്ഞുകൊണ്ട് വരും. ഓടി വാടാ മോനെ വാ. എന്ത് ഫൈറ്റാലേ? ആ പിന്നല്ലാതെ ജയം കഴിഞ്ഞാ മൂപ്പര. എടേ നീ കെട്ടുവാണെങ്കിൽ ഇങ്ങനത്തെ നട്ടലുള്ളവന്മാരെ കെട്ടണം. അല്ലാതെ നിന്റെ അപ്പനെ പോലെ കണ്ട മണകുണഞ്ഞന്മാരുടെ പുറകെ ഒന്നും നീ പോകരുത്. ആന്താംച്ചി ചാച്ച സൂപ്പർ അല്ലേ? അത് നിന്റെ അമ്മയ്ക്ക്. അയ്യോ 9 ക്ലാസ്സിൽ പോണം. ഇതൊന്ന് സ്വന്തം മരുമോ കണ്ടുകൊടുത്തേക്കണേ. ഓ മരുമോള്. എടാ മതിയടാ, ഇറങ്ങി, എനിക്ക് ക്ലാസ് ഉണ്ട്. എടാ മതിയടാ, ഒന്ന് ഇറങ്ങോ. തുറക്കടാ, മതി. നീ തുറക്കുന്നുണ്ടോ? ഞാൻ ചവിട്ടി പൊളിക്കണോ? തുറക്കടാ. വിശ്വാസം പോകാൻ സമ്മതിക്കില്ല. നിന്നോട് ഞാൻ പറഞ്ഞില്ല എന്റെ ഫേസ് ക്രീം എടുത്ത് തേക്കല്ലെന്ന്. മാറാ മാറാ. We are going through an important topic in physics, that is quantum mechanics. It's a fundamental theory in physics that provides a description of the physical properties of nature and the scale of atoms. വല്ലപ്പോഴും ഒരു ബസ് സ്റ്റോപ്പിലോ കോളേജിലൊക്കെ വെച്ച് മാത്രം കണ്ണും നോക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നിരുന്ന ആ ഒരു കാലമില്ലേ? അഥവാ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ കത്തെഴുതുന്ന രീതി. പറയുമ്പോ ലവ് ലെറ്റർ പൈങ്കിളിയാണെങ്കിലും നമ്മുടെ മനസ്സ് തുറന്ന് എഴുതുന്നത് ഒരു രസമല്ലേ? എന്നിട്ട് ആരും കാണാതെ ഈ കത്ത് ഒളിപ്പിച്ചു വെക്കാന്നുള്ളതൊക്കെ ഒരു ത്രില്ലല്ലേ? രവീഷ് പറഞ്ഞത് ശരിയാ. ഒരു മൂടില്ല മോനെ ജോർജ്. ഇതിനും വലിയ പെരുന്നാള് വന്നിട്ട് വാപ്പ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. എനിക്ക് അയാളെ പേടിയൊന്നുമില്ല. Ohm's law states that the current through a conductor between 2 points is directly proportional to the voltage across the 2 points. Introducing the constant of proportionality, the resistance, one arrives at the usual mathematical equation that describes the relationship, where I is the current through the conductor in units of amperes, V is the voltage measured across the conductor in സുന്ദര, സാറിന് ക്ലാസ് ഉണ്ട്. കൊറോണ കഴിയുമ്പോഴത്തേക്കിനും ജീവനോടെ ബാക്കിയുണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. എന്തിനോ വേണ്ടി ക്ലാസ്സിൽ കയറുന്ന കുറേ എണ്ണങ്ങൾ. സിസ്റ്റം ശരിയല്ല. അല്ല, നിനക്ക് ക്ലാസ് ഇല്ലേ? രാജരാജേശ്വരിക്ക് ഇന്ന് ജയന്തി, അതുകൊണ്ട് കർണാടക ഫുൾ അവധിയാ. ബ്രേക്കിംഗ് ബാഡ് ലൈറ്റ് വാറ്റാണല്ലേ? ഓ, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ വൈ, ഞങ്ങൾ ഹിന്ദുക്കൾ ഉണ്ടാക്കിയ വാറ്റ്. എക്സൈസ് പിടിച്ച ജാതി മതമൊന്നും ഇല്ലട്ടാ. സ്വന്തം ആവശ്യത്തിനുണ്ടാക്കിയ ആരും പിടിക്കത്തില്ല.
നീ ഇത് ചൂണ്ടി വെക്കാതിരുന്നേച്ചാ മതി. അതൊക്കെ വിട്. നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഷുഗർ കുറവുണ്ടോ? ആ ഉണ്ടടാ, എന്നും മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ കൊറേ മരുന്ന് സ്റ്റോക്ക് കാണുമല്ലേ? ആ ഒരു 10-35 ദിവസത്തിനുള്ളത് കാണും. എന്നാടാ? അല്ലടാ, എന്റെ ഒരു റിലേറ്റീവിന്റെ ഷുഗറിന്റെ മരുന്ന് തീർന്നു പോയടാ. അതിനെന്നാ, നമുക്ക് സെറ്റ് ചെയ്യാലോ. താങ്ക്സ്. ഒരു ഹെൽപ്പ് കൂടെ വേണം. എന്താ? സത്യവാങ്മൂലം. പ്രിയപ്പെട്ട സാറിന്. അങ്ങനൊന്നും അല്ലടാ, വെറുതെ അല്ല നിന്നെ കയറ്റി അടിച്ചിറക്കിയത്. എന്നാ നീ എഴുതു. എടാ ഞാൻ CBSE അല്ലടാ. ആ അപ്പൊ മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. ഞാൻ എഴുതിക്കോളാം. ബഹുമാനപ്പെട്ട സാറിന് എബി മറ്റത്തിൽ കാക്കൂ എന്ന ഞാൻ മാത്രല്ല നീയും. ഞാൻ എന്നാത്തിനാ? ഞാനൊന്നുമില്ല, പോടാ. എന്റെ മീശയില്ലാത്ത ചേട്ടാ പ്ലീസ് വരണം. സോഷ്യൽ സർവീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ, പോകേണ്ട സ്ഥലം പറ. അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷൻ സംവെയർ ഇൻ തരിയോട്. ഓ അപ്പൊ പ്രമേഹമല്ല, പ്രേമാണ്. ആളെ വടിയാക്കാൻ എനിക്ക് പോയടാ. നീ ഇങ്ങനെ ചാടല്ല സുന്ദര. ലോക്ക്ഡൌൺ വന്ന പിന്നെ ഞാൻ എന്റെ ഭാഗം കണ്ടിട്ട് പോലുമില്ല. എന്റെ കൈയും കാലും തരിക്കുവോ? അയ്യേ, അതിനല്ല, പ്രണയിക്കുന്നവന്റെ വേദന പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ആ വേദനയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഷുഗറിന്റെ ഗുളിക മാത്രം പോരാ, വേറെ ജോമോനെയും കൂടി വിളിച്ചാലോ? വേണ്ട. അതെന്താ? 3 പേര് പോയി കഴിഞ്ഞാൽ തേഞ്ഞു പോരും. ആണോ? അത് പിടി.